നോക്കൂ RV രാജേഷ്, ഒരു ദിക്ക് കാണിച്ചു കൊടുക്കാൻ വി ജോയി ഉണ്ടാവും. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ജോയിയാണ് വി ജോയി എന്നുള്ളതാണ് അവരുടെ പ്രചരണത്തിന്റെ ക്യാപ്ഷൻ വേർഡ് തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അടൂർ പ്രകാശ് ജയിക്കണം, എന്തുകൊണ്ട് വി ജോയി ജയിക്കാൻ പാടില്ല, എന്തുകൊണ്ട് വി മുരളീധരൻ ജയിക്കാൻ പാടില്ല? RV രാജേഷ് അരുണോട് ചോദിച്ച പോലെ, നേരത്തെ ചോദിച്ച പോലെ, ഇവിടെ ഇന്ത്യയുടെ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഈ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കണമോ, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ വേണമോ, ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം കോൺഗ്രസ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ, നരേന്ദ്രമോദിയുടെ BJPയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് പോരാട്ടം നടക്കുമ്പോൾ, ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഒരു പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ശ്രീ AK ബാലൻ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ചിഹ്നം ഉണ്ടാകുമോ എന്നറിയില്ല. നമ്മൾ ഇനി ഈനാമ്പേച്ചിയിലോ മരപ്പട്ടിയിലോ ഒക്കെ മത്സരിക്കേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആകെ 10-15 സീറ്റിൽ മത്സരിക്കുന്ന CPM. അപ്പൊ എന്ത് പ്രസക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നുള്ളത് പ്രധാന ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ A സമ്പത്ത് പറഞ്ഞതുപോലെ ഇത് ഈ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളിയുടെ മണ്ണാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ശ്രീനാരായണ ഗുരു സാമൂഹ്യ തിന്മകൾക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്തിന്റെ മണ്ണാണ്. അപ്പോൾ ഈ രാജ്യം ഒരു വലിയ മതേതര പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ട്. ആ മതേതര പാരമ്പര്യത്തെ, ഈ രാജ്യത്തെ മതസഹിഷ്ണുതയെ, അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരായുള്ള ഒരു പോരാട്ടത്തിൽ ഇവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത്. പിന്നെ ഇവിടെ ഈ മാജിക് നമ്പർ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുകയാണ്. 272 മറികടക്കാൻ കഴിയുമോ? ഇപ്പൊ എത്രയാ ഭൂരിപക്ഷം ഉള്ളത്? ഇവിടെ അസാധ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. മോദിയെ താഴെ ഇറക്കൽ അസാധ്യമാണ് എന്നുള്ള പല പ്രവചനങ്ങളും നടക്കുന്നുണ്ട്. 30 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. 302 സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമല്ലേ മോഡിക്കുള്ളൂ. ആ 30 സീറ്റ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. തമിഴ്നാട്, കേരളം, കർണാടകയിൽ ഇപ്പോൾ BJPക്ക് എത്ര സീറ്റാണ് ഉള്ളത്? ആ സീറ്റിലെ 4-1 പോലും ഈ തെരഞ്ഞെടുപ്പ് കിട്ടില്ല. തെലങ്കാനയിൽ മാറ്റമുണ്ടാകുകയാണ്. തെലങ്കാനയിൽ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ മാറ്റം കാണുകയാണ്. ഗുജറാത്തിൽ BJPക്കെതിരായ വലിയ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുകയാണ്. മഹാരാഷ്ട്രയും മധ്യപ്രദേശിലും. ഇപ്പം നമുക്കറിയാം, രാജസ്ഥാനിൽ കോൺഗ്രസിന് 41% സീറ്റുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് 0, 25 സീറ്റ് BJPക്കുണ്ട്. അപ്പം അവിടെ രാജസ്ഥാൻ അടക്കം, മധ്യപ്രദേശ് അടക്കം, മഹാരാഷ്ട്ര അടക്കം, അങ്ങനെ ഈ ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും വലിയ മാറ്റമുണ്ടാകും. ആ മാറ്റം ഇന്ത്യയിൽ BJP ഭരണത്തിന് അന്ത്യം കുറിക്കും. അതിന്റെ കാറ്റ് വീശിയിരിക്കുകയാണ്. അതിന്റെ വേവലാതിയാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് BJPക്കെതിരെയാണോ അതോ CPMനെതിരെയാണോ? ഇവിടെ കേരളത്തിലെ മത്സരം നമുക്ക് വളരെ വ്യക്തമാണല്ലോ. BJPക്കെതിരായിട്ടുള്ള തന്നെയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് പോരാട്ടം നടക്കുന്നത്. പക്ഷെ ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. ഇവിടെ BJP വലിയ പ്രസക്തമല്ല. ഇവിടെ ത്രികോണ മത്സരമുണ്ട് എന്ന് പറയുന്നെങ്കിലും, പക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2.5 ലക്ഷത്തിന് മേൽ വോട്ട് പിടിച്ചു BJP. ശരിയാണ്. അത് കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം കൊണ്ട് BJPയുടെ കഴിഞ്ഞ തവണ എന്താണ് CPMന്റെ വോട്ട് അപ്പാടെ BJPയിലേക്ക് ഒഴുകിയത്. സമ്പത്തിന്റെ വോട്ടാണ് BJP പോയതെന്നാണ് താങ്കൾ പറയുന്നത്. അതിന് സമ്പത്ത് മറുപടി പറയും.